കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലെ KSRTC ഡ്രൈവറുടെ അപകട ഡ്രൈവിംഗിൽ നടപടി ഉണ്ടായിരിക്കുന്നു. ഡ്രൈവർ കോഴിക്കോട് സ്വദേശി റാഫിക്കിന്റെ ലൈസൻസ് 3 മാസത്തേക്ക് റദ്ദാക്കി 5 ദിവസത്തെ റോഡ് സുരക്ഷാ ക്ലാസ്സിൽ പങ്കെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് ഒന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. താമരശ്ശേരി ചുരത്തിലൂടെയുള്ള അപകട ഡ്രൈവിംഗ് വലിയ വാർത്തയായതാണ്, ദൃശ്യങ്ങൾ സഹിതം. ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു, അതിവേഗത്തിൽ നടപടി ഉണ്ടാകുന്നു, അതൊക്കെ മാതൃകാപരമാണ്. അപ്പോൾ ഇനി കൂടുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന രീതിയിൽ തന്നെയാണല്ലോ ഇത്തരം നടപടികളിലേക്ക് ഇപ്പോൾ അധികൃതർ കടന്നിരിക്കുന്നത്. തീർച്ചയായും പ്രജിൻ, ഇപ്പോൾ ഒരു കടുത്ത നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഈ അപകടയാത്ര നടത്തിയ KSRTC ഡ്രൈവർ മുഹമ്മദ് റാഫിക്കിന്റെ ലൈസൻസ് 3 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ 5 ദിവസത്തെ റോഡ് സുരക്ഷാ ക്ലാസ്സിൽ മുഹമ്മദ് റാഫിക്ക് പങ്കെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി എൻഫോഴ്സ്മെന്റ് RTO നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം. താമരശ്ശേരി ചുരത്തിലൂടെ മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ട് ഇയാൾ KSRTC ബസ് ഓടിക്കുകയായിരുന്നു. ഇയാളോട് ഈ ബസ് നിർത്തണമെന്ന് പലതവണ ഈ യാത്രക്കാർ ആവശ്യപ്പെട്ടു, പക്ഷെ അതൊന്നും അയാൾ കൂട്ടാക്കിയിരുന്നില്ല. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള KSRTC ബസ്സിലാണ് ഇയാൾ ഈ രീതിയിൽ മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് യാത്ര നടത്തിയത്. ഏതായാലും പിന്നാലെ യാത്രക്കാർ ദൃശ്യങ്ങൾ പകർത്തുകയും താമരശ്ശേരി പോലീസിന് കൈമാറുകയും ചെയ്തു. പിന്നീട് പോലീസ് RTOയ്ക്ക് കൈമാറി. ഏതായാലും ഒടുവിൽ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു. 3 മാസത്തേക്കാണ് സസ്പെൻഷൻ. ഒപ്പം റോഡ് സുരക്ഷാ ക്ലാസ്സിൽ ഈ കോഴിക്കോട് സ്വദേശിയായ മുഹമ്മദ് റഫീഖ് പങ്കെടുക്കുകയും വേണം. പ്രജിൻ, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. ലൈവ് ഫ്രം ട്രബിൾ സ്പോട്ട് തുടരും ഇടവേളയ്ക്ക് ശേഷം. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. വെൽക്കം ബാക്ക്. ലൈവ് ഫ്രം ട്രബിൾ സ്പോട്ട് തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. പമ്പയിലേക്ക്